ഹായ്, വെൽക്കം ടു കളപ്പുര കിച്ചൺ. ഇന്ന് നമ്മൾ ഒരു പാടത്ത് വിളവെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ ഞാൻ അങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ എന്നോടൊപ്പം ഇന്ന് എൻ്റെ ഫ്രണ്ട് ജാൻസി പിച്ചുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോവുകയാണ്. എന്തൊക്കെയാവുമെന്ന് അറിയില്ല. എന്തായാലും ഞങ്ങളിന്ന് പാടത്ത് വിളവെടുത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് വിളവെടുക്കാൻ പോകുന്നത്. ഈ ഉഷ്ണകാല സ്പെഷ്യലാണ്. എല്ലാവർക്കും ഇത് വളരെ പ്രിയപ്പെട്ട ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചെന്നിട്ട് കാണാം. അപ്പം നമ്മളിന്ന് എത്തിക്കൊണ്ടിരിക്കുന്നത് പൊട്ടുള്ളരി പാടത്തേക്കാണ്. അതാ പൊട്ടുള്ളരി അവിടെ പറിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സുജിത്തിൻ്റെ പാടശേഖരമാണ് ഈ കാണുന്നത്. സുജിത്തിൻ്റെ പൊട്ടുള്ളരി പാടത്തേക്കാണ് നമ്മൾ പോകുന്നത്. സുജിത്ത് അവിടെ ഉണ്ട്, നമുക്ക് കാണാം. അടുത്ത വിശേഷങ്ങളിലൊക്കെ കിടക്കാം. പിന്നെ നമ്മൾ ഇതിൻ്റെ കുരു നട്ടു തുടങ്ങുന്നത് ഒന്നെങ്കിൽ ഡിസംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ജനുവരി ആദ്യം. 40 ദിവസം മതി ഇതിൻ്റെ വിളവെടുപ്പ് കാലയളവ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല, വേനൽക്കാലത്തേക്ക് വരവേൽക്കുന്നതാണ് ഈ ഒരു പൊട്ടുവെള്ളരി എന്ന് പറയുന്നത്. ഉഷ്ണ സമയത്ത് ദാഹത്തിന് അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റമിൻസ് നിറഞ്ഞ വെള്ളരിയാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്. ഇതുകൊണ്ടുള്ള ജ്യൂസ് ഇപ്പോൾ നമ്മുടെ എപ്പിസോഡിൽ ലാസ്റ്റ് ഒരു ജ്യൂസ് ഉണ്ട്. ഇതാണിത്. എന്താ ഇതുണ്ട്. ഇത് നല്ലോണം പഴുത്ത് പൊട്ടിയതാണേ, പൊട്ടാറായത്. പൊട്ടിക്കാൻ പോവാണേ. അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ ഒന്നും ഇല്ല കേട്ടോ, നാക്കം കൊണ്ട് പൊട്ടിക്കാൻ. ഈ പഴുക്കാറായത് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ, ഞെട്ടടന്ന് കിട്ടത്തില്ലേ? മൂത്തതേ നമ്മളിങ്ങനെ അടർത്തുമ്പോൾ തന്നെ ഞെട്ടങ്ങ് പെട്ടെന്ന് പോകുന്നുള്ളൂ. പൊട്ടുവെള്ളരി എന്താ നല്ല ഫ്രഷ് ആയിട്ട് ഇങ്ങനെ പൊട്ടിക്കിടക്കുക. ഇതിനിപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, ഇത് കുരുവിനായിട്ട് അവർ മാറ്റും. ആണല്ലോ. ഇതിൻ്റെ ഇങ്ങനെ ഈ പൊടി എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല നല്ല മണമാണ്. ചേച്ചി വാ, ഒരു ക്യാച്ച് ഇട്ടു. ചെയ്യാൻ പോവാണേ. ഓക്കെ, ടിഷ്. മഞ്ഞ കളറൊക്കെ വന്ന് പൊട്ടാറായതാണെല്ലാം. അവിടെ വയ്ക്കാം, നമുക്ക് ഇവിടെ വയ്ക്കാം. ചേച്ചിമാർക്ക് എടുക്കാൻ എളുപ്പം.
അമ്മോ എൻ്റെ കൈ പിടിക്കോ കൈ വിടരുത്. ഇതില്ലേ നമ്മളിങ്ങനെ തൊടുമ്പോ തന്നെ ഇതിന്റെ ആ ഞെട്ടിങ് വിട്ടു പോകുന്ന അതിന്റെ നട്ടോ അല്ലേ. ഇപ്പം ഇതാ ഇന്ന് വിളവെടുത്തിരിക്കുന്ന പൊട്ടുവെള്ളരിക്കയാണ് ഈ കാണുന്നത്. ഏകദേശം ഇത് എന്തോരം ഉണ്ടാവും സുജിത്തെ? 1 ടണ്ണാണല്ലേ വിളവ്. അപ്പോൾ വിളവെടുപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1 ടണ്ണാണ് നമ്മൾ ഈ പാടത്തു നിന്ന് പ്രതീക്ഷിക്കുന്നത്. എന്നെ കൊണ്ടാവുന്നതല്ല, ഞാനിവിടെ പിടിച്ചിരിക്കണം കേട്ടോ. നല്ല കാര്യമാണ്. അപ്പം നമ്മളിത് ജ്യൂസ് അടിക്കാൻ പോവാണേ. അപ്പോൾ ഇതാ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടുവെള്ളരിക്ക കൊണ്ടിട്ടൊരു ഷെയ്ക്കാണ്. അപ്പോൾ പൊട്ടുവെള്ളരിക്ക എടുത്ത് വെച്ചിട്ടുണ്ട്, ഏലക്കായ, പഞ്ചസാര, 1 ഗ്ലാസ് പാല്, ഐസ് ക്യൂബ്സ്, വൈറ്റ് ചോക്ലേറ്റ്, 1 പാക്കറ്റ് ഹോർലിക്സ്. അപ്പോൾ നമുക്കിതിൻ്റെ ആ ഒരു തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് തൊട്ടാൽ തന്നെ ഇതങ്ങ് കൈയിലേക്ക് അളുത്ത് പോകുന്നോളും. അത്രയ്ക്ക് പഴുത്ത് നന്നായിട്ട് പഴുത്തൊക്കെ ഇരിക്കുന്നതാണ്. നമുക്കിതൊന്ന് ഉടച്ചൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. നമ്മളിതെല്ലാം ചേർത്ത് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കുകയാണ്. പിന്നെ 1 പാക്കറ്റ് ഹോർലിക്സ്, 2 ഏലക്കായ. അപ്പോൾ ആ ഏലക്കായ പൊളിച്ചൊന്ന് ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് തണുത്ത പാല്. ഞാനിപ്പോൾ പാല് തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഷുഗറും. ഇത്രയും നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് നട്ട്സ് കൊണ്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ എന്താ നമ്മുടെ പൊട്ടുവെള്ളരിക്ക ഷേക്ക് റെഡിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഇഷ്ടപ്പെടുന്ന, വളരെയേറെ സ്വാദുള്ള ഒരു ഷേക്കാണിത്. അത് നമ്മുടെ നാടൻ പൊട്ടുവെള്ളരി കൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോയിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.